കണക്ക് തോന്നി ആദ്യം. അങ്ങനെ ഇവിടെയൊക്കെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കരിയിലയുടെ കീഴിൽ ഒരു കൊച്ചിനെ കിടക്കുന്നുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി. ഇവിടെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം വിളിച്ച് അപ്പോഴത്തേക്ക് ഇവിടുന്ന് ആൾക്കാരൊക്കെ ഏകദേശം എല്ലാവരും വന്നായിരുന്നു. അങ്ങനെ വന്ന് പോലീസിൽ അറിയിച്ച് ഹെൽത്തിൽ നിന്ന് അന്നേരം ആശാ വർക്കറൊക്കെ വന്ന് പോലീസുകാരും കുറച്ചിടം കഴിഞ്ഞപ്പോൾ വന്ന് കൊച്ചിനെ നേരെ പാമ്പുറത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. കൊച്ചിനെ നേരെ വന്ന് കണ്ട് എടുത്ത് നേരെ കൊണ്ടുവന്ന് അകത്തുകൊണ്ടുപോയി തുടച്ച് വൃത്തിയാക്കി ഇവിടുന്ന് എൻ്റെ മോളെ ഒരു ടവലെടുത്ത് അതിൽ പൊതിഞ്ഞ് തിരികെ എൻ്റെ ഇരുന്ന് കഥ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെയിലോട്ട് കൊടുത്ത് അമ്മയാണ് പോലീസുകാരുടെ കൊച്ചിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. കഴിഞ്ഞ ജനുവരി 5-ന് പ്രസവാവധിയിലിരിക്കെയാണ് ഞാൻ ആ വാർത്ത ആദ്യം കേൾക്കുന്നത്. പൊക്കിൾക്കൊടി കെട്ടാതൊരു ചോരക്കുഞ്ഞിനെ കരിയിലക്കുനയിൽ കണ്ടെത്തിയെന്ന്. ഏറെ പുതുതായ അമ്മ അനുഭവങ്ങൾക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാത്ത വാർത്തയെന്ന നിലയിൽ അന്ന് ടെലിവിഷന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നെ അന്വേഷണവും DNA ടെസ്റ്റും അറസ്റ്റും ഒക്കെ ഉണ്ടായി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പഴയ ഫയലുകളിൽ തപ്പിപ്പോകുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ കണ്ണൻ നായരോട് വിഷ്ണു, ആ കുഞ്ഞിൻ്റെ അച്ഛൻ, പറയുന്നു, രാവിലെ പല്ലു തേക്കാനിറങ്ങിയപ്പോൾ പൂച്ച കരയുന്നത് കേട്ട് ഞാനാണ് പോയി നോക്കിയത്. പൊക്കിൾക്കൊടി മുറിച്ചത് ഞാനാണ്. മാസങ്ങൾക്ക് ശേഷം ആ മനുഷ്യനാണ് തിരിച്ചറിയുന്നത് അന്ന് കരിയിലക്കൂട്ടത്തിൽ നിന്ന് കോരിയെടുത്ത കുഞ്ഞ് സ്വന്തം ചോരയാണെന്ന്. അന്ന് ആ വാർത്തയുടെ ചടുലതയ്ക്കൊപ്പം ടെലിവിഷൻ റിപ്പോർട്ടുകളിൽ നിറഞ്ഞു നിന്ന പെൺകുട്ടിയാണ് രേഷ്മ. ഞങ്ങളാണ് കണ്ടത്. എടുത്തുകൊണ്ടുവന്ന് തുടച്ചത്. എൻ്റെ കയ്യിലിരുന്ന് കരഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ ടർക്കി എടുത്ത് പൊതിഞ്ഞു. പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. സ്വാഭാവികമാണ് പ്രതികരണങ്ങൾ. പ്രസവാലസ്യങ്ങളോ ക്ഷീണമോ അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും? കൊല്ലാൻ ഉറച്ചു തന്നെയായിരിക്കുമോ പുറം ലോകമറിയാതെ ആ ജീവനെ വയറ്റിൽ ഒളിപ്പിച്ചു നടന്നത്? കുരുതി കൊടുക്കാൻ ഉറച്ചു തന്നെയായിരിക്കുമോ ജീവിക്കുമോ മരിക്കുമോ എന്നറിയാത്ത പേറ്റുനോവ് ആ പെണ്ണുരുത്തി കുടിച്ചു തീർത്തത്? ആദ്യത്തെ കരച്ചിൽ, ആദ്യത്തെ ചിരി, മുലപ്പാലിന് വേണ്ടിയുള്ള തിരച്ചിൽ, അതൊന്നും കാണാതെ കാക്ക കൊത്തുമോ തെരുവുനായ കടിക്കുമോ എന്നറിയാത്ത രാത്രിയുടെ ക്രൗര്യത്തിന് സ്വന്തം കുഞ്ഞിനെ. അങ്ങനെ വേണ്ട, നിസ്സഹമായൊരു മനുഷ്യജീവനെ എറിഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയായിരിക്കും തിരിഞ്ഞു നടന്നത്? ഇനി ഭർത്താവും കുഞ്ഞുമുള്ള കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്തുള്ളൊരു സ്ത്രീക്ക് എത്ര തന്നെ പകയുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ വികാരം എന്തായാലും, എന്തിനു വേണ്ടിയായിരിക്കും ആ യുവതികൾ ഒരു പ്രണയക്കെണി ഒരുക്കി വെച്ചത്? ഇത്തിക്കരയാറിൻ്റെ ആളൊഴിഞ്ഞ കടവുകൾ തേടി നടക്കുമ്പോൾ എന്തായിരിക്കും ആ പെൺകുട്ടികളെ ഭരിച്ചത്? അത്ര പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത ഈ ജീവിതങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ജീവിതം ചിലപ്പോൾ കെട്ടുകഥകളേക്കാൾ അവിശ്വസനീയമാണ് എന്നതാണ്. നമുക്ക് ഇന്ന് ജീവിതം കേൾക്കാം. കേൾക്കാനും ചോദിക്കാനും അത്ര സുഖകരമല്ലാത്തൊരു പാനലാണെന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ചർച്ചയല്ല എന്നുള്ളതാണ്, അങ്ങനെ കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ് പ്രതീക്ഷ. ആ കുഞ്ഞിൻ്റെ അച്ഛൻ വിഷ്ണുവും വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും ആര്യയുടെ ഗ്രീഷ്മയുടെയും ഒക്കെ ബന്ധു രഞ്ജിത്തും, അതിനോടൊപ്പം റിട്ടയർഡ് SP ജോർജ് ജോസഫും സൈക്കോളജിസ്റ്റ് ഡോക്ടർ മോഹൻ റോയും ഒക്കെയാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ 1 മണിക്കൂറൊപ്പമുള്ളത്. ഞാൻ വിഷ്ണുവിലേക്കാണ് ആദ്യം പോകുന്നത്. വിഷ്ണു, എന്നെ കേൾക്കാമോ? എൻ്റെ പ്രൊഡ്യൂസർ ആ ശബ്ദം വിഷ്ണുവായുള്ള ആശയവിനിമയം ഇനി ശരിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു. വിഷ്ണുവിന് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. വിഷ്ണു, ജീവിതമാണ്, വിഷ്ണുവിൻ്റെ ജീവിതമാണ്. എത്രത്തോളം പങ്കുവെക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തരത്തിൽ ഈ വരുന്ന 1 മണിക്കൂറിൽ എനിക്ക് വിഷ്ണുവിനെ വേദനിപ്പിക്കാൻ ഇടവന്നാൽ എന്നോട് ക്ഷമിക്കണമെന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. രേഷ്മയെ വിഷ്ണു എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? കുഴപ്പമില്ല. എൻ്റെ ലവ് മാരേജാണ്. കല്ലൊക്കെ വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെടുന്നത്. എത്ര നാളത്തെ പ്രണയമാണ് വിഷ്ണു? പ്രണയം 3-4 വർഷം. 3-4 വർഷം. വിവാഹം കഴിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു രേഷ്മയ്ക്ക്? 19. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ, കുഞ്ഞുണ്ടാകുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു നിങ്ങളുടെ ജീവിതം. ഒരു അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. വഴക്കുണ്ടാകാറുണ്ടായിരുന്നു? കുടുംബത്തിലടക്കാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, അതൊക്കെ ഉള്ളൂ. മോളെ എന്തെങ്കിലും ഇത് വെച്ചിട്ടുള്ള വഴക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? മോളെ വഴക്ക് പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവാറുള്ളൂ, അത്രേ ഉള്ളൂ. എപ്പോഴാണ് പിന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം? പ്രശ്നം
അതിന് മുമ്പ് ഈ FB യൂസ് ചെയ്യുന്നൊരു വിഷയം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരുപാട് ആളായി, ഒരു വർഷത്തിൽ പുറത്താവുമെന്ന് തോന്നുന്നു. അന്ന് ഞാനൊരു ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് അവിടെ കളഞ്ഞ വിഷയമാണത്. പിന്നും ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊന്നും അറിയുന്നില്ല. നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ, അപ്പോൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാണോ, ആ ഫേസ്ബുക്കിലൂടെ മറ്റാരെങ്കിലുമായി സംസാരിക്കുന്നതായിരുന്നോ പ്രശ്നത്തിന് തുടക്കം? വെറുതെ ഈ ഫോൺ കുത്തി നിൽക്കുന്നതൊക്കെ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഫോണിലേക്ക് ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിനെ ചൊല്ലിയുള്ളൊരു പ്രശ്നങ്ങളായിരുന്നോ, അതോ ആരെങ്കിലുമായി സൗഹൃദമുണ്ടെന്നുള്ള സംശയമായിരുന്നോ ഈ പ്രശ്നങ്ങളുടെ തുടക്കം? അതാ ഫോൺ യൂസ് ചെയ്യുന്ന ഇപ്പോൾ വിഷയമല്ല. ഞാൻ FBയിൽ അക്കൗണ്ട്, എൻ്റെ അറിവിൽ FBയിൽ അക്കൗണ്ട് ഇല്ലായിരുന്നു, ഞാൻ യൂസ് ചെയ്യില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനറിയാതെ FBയിൽ അക്കൗണ്ട് എടുത്ത് യൂസ് ചെയ്തു. അപ്പോൾ അത് ഞാൻ അറിഞ്ഞ് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ കണ്ടുകൊണ്ട് വന്നു. ഫോൺ ചോദിച്ച് തന്നില്ല, ലോക്ക് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫോൺ വിളിച്ച് എറിഞ്ഞ് പൊട്ടിച്ചു. ആ ഒരു ഇതിൽ പിന്നെ മേലെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു വേറൊരു ഫോൺ മേടിച്ചു കൊടുത്തു. പിന്നൊരു വിഷയം ഉണ്ടായ, ഒരു വർക്കല ഈ കാണാൻ പോയി, അങ്ങനെ അത് ഞാൻ അറിഞ്ഞു. ആ വിഷയം വലിയ വിഷയമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സിം അടിച്ച് കളഞ്ഞ് പിന്നെ ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതാണ്. ഫോൺ മേടിച്ചു കൊടുത്തിട്ടില്ല. ഫോൺ വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു, സിം ഞാൻ ഒടിച്ച് കളഞ്ഞതായിരുന്നു. ഈ വർക്കല പോയത് എങ്ങനെയാണ് പ്രശ്നമുണ്ടായത്? വിഷ്ണുവിനായിട്ട് സുഹൃത്തുക്കൾ ആരോ വിളിച്ചു പറയുകയായിരുന്നു അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് വർക്കലയിലോട്ട് നടന്നു പോകണ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഓട്ടം നിൽക്കിയത്. എൻ്റെ അടുത്ത് പറഞ്ഞത് പരവൂര് ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞാണ് അന്ന് പോയത് ഇവിടുന്ന്. അതിനെ തുടർന്ന് പ്രശ്നമുണ്ടായപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രശ്നമുണ്ടായി, വഴക്കായി. അപ്പം ഫോൺ മൊത്തം ക്ലിയർ ചെയ്തിരുന്നു, ഡീറ്റെയിൽ ഒന്നും അറിയാൻ പോയി. അവസാനം ഈ അനന്തു എന്നൊരു പേര് മാത്രം പറഞ്ഞു. അനന്തുവിനെ കാണാൻ പോയതാണ് എന്നൊരു പേര് മാത്രം പറഞ്ഞു, വേറെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് വർക്കല പോയതിന് മറ്റു കള്ളമൊന്നും പറഞ്ഞില്ല, അനന്തുവിനെ കാണാൻ പോയത് തന്നെയാണെന്ന് തുറന്നു പറഞ്ഞു? തുറന്നു പറഞ്ഞു. അന്ന് തന്നെയാണോ ഈ ഫോൺ തല്ലിപ്പൊട്ടിച്ചതും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും ഒക്കെ? അന്ന് അതിന് മുമ്പത്തെ ഈ FB യൂസ് ചെയ്യുന്ന കണ്ടാണ് ഞാൻ ഫോൺ എറിഞ്ഞ് ഒട്ടിച്ച് കളഞ്ഞ് പിന്നെ ഫോൺ മേടിച്ചു കൊടുത്തതാണ്. പിന്നെയാണ് ഈ വർക്കല പോണ സംഭവം കാണുന്നത്. അനന്തുവുമായിട്ടുള്ള പരിചയത്തെ പറ്റി എങ്ങനെയാണ് പറഞ്ഞത്? ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞോ? FB ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഇപ്പോൾ FB ഫ്രണ്ടിനെ കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടുള്ള ഒരു വിഷയം നടന്നു. പിന്നെ കുറച്ച് ദിവസം മിണ്ടാതൊക്കെ ഇരുന്നു. പിന്നെ മോളെയൊക്കെ കാര്യം കൊണ്ട് പിന്നെ ആ വിഷയം കളഞ്ഞ് പിന്നെ മുന്നോട്ട് പോയതാ. പിന്നീട് ആ സൗഹൃദം തുടരുന്നു എന്ന് വിഷ്ണു അറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നില്ല, ഫോൺ വീട്ടിൽ കിടപ്പുണ്ട്. പക്ഷേ അതിലൊക്കെ കയറുന്നുണ്ടോയെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇവർ, അതായത് ഇവരെന്ന് പറയാൻ കഴിയില്ലല്ലോ അല്ലേ, അങ്ങനെ ഒരാളില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഫോൺ പിടിച്ചു വെച്ചിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ചാറ്റിംഗ് ഒക്കെ നടന്നത്? അതറിയത്തില്ല, അതേക്കുറിച്ച് എനിക്കറിയത്തില്ല. ശരി. പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഗൾഫിൽ പോണ സമയത്താണ് അടുത്ത ഫോൺ മേടിച്ച് കൊടുത്തിട്ട് പോണത്. അതിനുശേഷം പക്ഷേ ഈ ബന്ധം പിന്നീട് തുടർന്നു പോയി. അതിനുശേഷം ചാറ്റിംഗ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞിരുന്നില്ല. ജനുവരി മാസം ആദ്യമാണല്ലോ ഈ കുഞ്ഞിന്റെ മരണമൊക്കെ ഉണ്ടാകുന്നത്. വിഷ്ണു അതിനു മുമ്പ് എപ്പോഴാണ് ഗൾഫിൽ നിന്ന് തിരികെ വന്നത്? അതെ അതെ. ഇല്ല, ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. ഞാൻ ഈ വിഷയമെല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി 28-നാണ് ഞാൻ പോണത്, ഫസ്റ്റ് ടൈമായിട്ട് പോണത്. അത് ശരി. പോയതിനു ശേഷം പിന്നെ എപ്പോഴാണ് തിരിച്ചു വന്നത്? ഞാനിപ്പോൾ ഈ വിഷയത്തിന് ശേഷം 25-ാം തീയതി. അന്ന് രാവിലെ എങ്ങനെയായിരുന്നു വിഷ്ണു? അതായത് ഈ കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം എങ്ങനെയായിരുന്നു അപ്പോഴത്തെ പെരുമാറ്റവും? ഒന്നും ഒരു സംശയവും തോന്നിയില്ലേ? ഇല്ല ഇല്ല, ഒരു സംശയം തോന്നിയില്ല. അന്ന് ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ വരുന്നത് 11 മണിക്കാണ് ഞാൻ വീട്ടിൽ എത്തുന്നത്. അന്ന് വന്ന് എനിക്ക് ഡോറ് തുറന്നു തന്നത് ഇവളാണ്. ഫുഡ് ചോറിട്ട് തന്നു. പിറ്റേന്ന് രാവിലെ എൻ്റെ കൂടെ എണീറ്റ് വന്നു. അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. പിന്നെ അന്ന് ആ പോലീസുകാരുടെ ആ റബ്ബർ തോട്ടവും അവിടെ മൊത്തവും എല്ലാം നടക്കുകയും എല്ലാം ചെയ്തതാണ്. എൻ്റെ മോളെ എടുത്തോണ്ടാണ് നടന്നൊക്കെ പോയത്. പ്രസവിച്ചൊരു സ്ത്രീ ഇങ്ങനെ അങ്ങനെ സംശയം വന്നില്ല. ഗർഭിണിയായിരുന്നു എന്നൊരു സംശയവും തോന്നിയില്ലേ വിഷ്ണു?
ഇല്ല ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുമില്ല. എല്ലാം മാസവും എൻ്റെ കുഞ്ഞുണ്ടാകുന്നത് നവംബറിലാണ്, 2 മാസം മുൻപ്. ഞാൻ എൻ്റെ കുടുംബത്തെ പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മളുടെ മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞ്, നമ്മുടെ ശാരീരിക വിഷമതകൾ പറഞ്ഞ്, കാലുവേദനയാണ്, അങ്ങനെയൊക്കെ. അത്തരത്തിൽ ഒരു ക്ഷീണവും ഒരു പരാതിയും ഒരു പരിഭവം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഒരു ഇതും ഇല്ലായിരുന്നു. അവിടുത്തെ വീട്ടിലെ ജോലിയിലും വിറവ് ഉൾപ്പെടെ കയറുമായിരുന്നു അവിടെ. അങ്ങനെയുള്ള ഒരു വിഷയം, വീട്ടിലെ ഫുള്ള് ജോലിയും ചെയ്യുമായിരുന്നു. ഒരു ഇതും ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ അമ്പലങ്ങളിലെല്ലാം വന്നതുമാണ്. ഈ DNA ടെസ്റ്റിൻ്റെ സാമ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പോഴെന്തെങ്കിലും പരിഭ്രമം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടോ? ആ ഇല്ല ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാനും അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് ഞാൻ പറഞ്ഞായിരുന്നു DNA ടെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു. ഈ ജൂൺ 22-നാണല്ലോ റിസൾട്ട് വന്നത്. അതിനുശേഷം പോലീസ് അറിയിക്കുകയായിരുന്നോ നിങ്ങളുടെ കുട്ടിയാണോ എന്ന്? അന്നാണ് ഈ ഇവിടെ അറസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു ഇതിൽ നടന്നിട്ടില്ല. അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ഞാൻ തന്നെ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. ഞാൻ വിളിച്ച് തിരക്കി, അവിടെ തന്നെ തിരക്കി. അപ്പോൾ ഉള്ളതാണെന്ന് പറഞ്ഞു. വിഷ്ണു ചോദിച്ചോ രേഷ്മയോട്? വരുമെന്നോ പറഞ്ഞു. ഇല്ല ഞാൻ സംസാരിച്ചില്ല. സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു വേണ്ട, താല്പര്യമില്ല. മോളോടെ സംസാരിച്ചോളൂ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിഞ്ഞതിന് ശേഷം ഈ സംഭവത്തെ പറ്റി വിഷ്ണു രേഷ്മയോട് ചോദിക്കുകയേ ചെയ്തില്ല? ഇല്ല ചോദിക്കണ്ടെന്ന് വെച്ചതാണോ? DNA ടെസ്റ്റ് ചെയ്ത് തെളിഞ്ഞൊരു കാര്യമല്ലേ, പിന്നെ നമ്മൾ എന്തിനും ആവശ്യമില്ല. ശരിയാണ്. ഞാൻ രഞ്ജിത്തിലേക്ക് കൂടി പോകട്ടെ. രഞ്ജിത്ത്, അതേപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്, ഇപ്പം നമുക്ക് മറ്റുള്ളവരോട് പല വൈരാഗ്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളുണ്ടായിരിക്കാം, ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം. പക്ഷെ അത് കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് എന്തിനാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. വലിയ വ്യക്തിപരമായ വലിയ നഷ്ടം രഞ്ജിത്തിനുമുണ്ടായി. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത് ആര്യയുടെയും ഗ്രീഷ്മയുടെയും ഒക്കെ ഭാഗത്തു നിന്ന്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത് ഇപ്പോഴാണ് ഒന്നും അറിയാൻ വയ്യ. അത് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്തിനാണെന്നുള്ളതൊന്നും, അവരെന്തിനാണ് ചെയ്തതെന്നുള്ളതും ഇതുവരെ മനസ്സിലായില്ല കറക്റ്റായിട്ട്. ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഇല്ല നമുക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. അത് ഫോൺ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ മോൻ ഗെയിം കാണും, അതാണ് കൂടുതലും ഫോൺ ഉപയോഗം നടക്കുന്നത്. രഞ്ജിത്തിന്റെ അമ്മയോട് ആര്യ പറഞ്ഞിരുന്നോ ഞങ്ങളാണ് കണ്ടിട്ടില്ല ചാറ്റ് ചെയ്തത് എന്ന്? ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം പറഞ്ഞിരുന്നോ? അത് അറിയത്തില്ല, അമ്മയെ അറിയത്തില്ലത്. ഇപ്പോ മരണം ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആര്യ പറഞ്ഞു എന്നറിയുന്നു, തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കരുത് എന്നൊക്കെ. അവരിതൊരു തമാശയ്ക്ക് ചെയ്തതാണ്, കൈവിട്ടു പോയതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ രഞ്ജിത്ത്? അതെ, അതാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്തിനാണെന്നുള്ളതൊന്നും വ്യക്തമായില്ല. എന്നോട് ഒന്നും പറഞ്ഞതുമില്ല. ആര്യ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ആര്യയും രേഷ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നല്ല കൂട്ടായിരുന്നോ? ഒന്നും പറഞ്ഞു കൂട്ടാണ്, എന്നാലും വലിയ ഇതില്ല. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ പറ്റിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു ആളുടെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അതിനുള്ള വൈരാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും വൈരാഗ്യമൊന്നും ഉണ്ടാകാൻ അതിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും വൈരാഗ്യം ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ കാരണമില്ല. വിഷ്ണു, രേഷ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ആര്യയും ഒപ്പം ഗ്രീഷ്മയും ഒക്കെയുള്ള ബന്ധം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇല്ലില്ല, അങ്ങനെ ഉള്ള ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അവർ നല്ല കൂട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിലൊക്കെ അവർ മെസ്സേജ് അയക്കും. ചിലപ്പോൾ കുറച്ച് ദിവസം മിണ്ടൂല, പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും. അവരങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് രണ്ടും പറഞ്ഞൊക്കെ ചുമ്മാ വഴക്കൂടുന്ന കൂട്ടത്തിലായിരുന്നു. ഇത്തരത്തിൽ ഇപ്പം ഈ രേഷ്മയും ആര്യയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ എന്തിനായിരിക്കാം ഇങ്ങനെ ഒരു വ്യാജ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി ചാറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ വേദനകൾക്ക് കാരണമായത്? വിഷ്ണു എന്താണ് വിചാരിക്കുന്നത്? അതേക്കുറിച്ച് അറിയത്തില്ല എന്തിനാ കാരണമെന്ന്. അവരൊക്കെ അല്ലേ അറിയോ. നമ്മളടുത്ത് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അവസാനം ഞാൻ ഇവരെ കാണാതാവുന്നതിൻ്റെ തലേന്നാണ് തന്നെയാണ് എൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ ഫേസ്ബുക്കിൽ രേഷ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് എൻ്റെ കൂടെ പറഞ്ഞത്. അതുവരെ അതിനെക്കുറിച്ചൊരു കാര്യവും പറഞ്ഞിട്ടുമില്ല. ആരാണ് പറഞ്ഞത്? ആര്യ. അത് പറയാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, ഈ അറസ്റ്റ് നടന്നപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് FB യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ ആര്യോട് ചോദിച്ചോ? വിഷ്ണു ചോദിച്ചോ നിങ്ങൾക്കറിയാമായിരുന്നോ എന്ന്? ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് പറഞ്ഞു, FB യൂസ് ചെയ്യുന്നുണ്ട്, അറിയായിരുന്നു എന്ന് പറഞ്ഞു. അത് വിഷ്ണു വാങ്ങിക്കൊടുത്ത ഫോണിൽ നിന്നാണോ അതോ ആര്യയുടെയൊക്കെ ഫോണിൽ നിന്നായിരുന്നോ? അതറിയത്തില്ല. അങ്ങനെ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ FB യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, അനന്തു എന്ന് പറയും ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ഒരു വ്യാജ പ്രൊഫൈലാണെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഒരാളുണ്ട് എന്ന് തന്നെ വിഷ്ണു വിശ്വസിച്ചിരുന്നോ? അതെ, അങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. ഒരാളെ കാണാൻ പോകണമെങ്കിൽ അത്ര സംസാരിക്കാതായാലും അങ്ങനെ കാണാനൊക്കെ പോകും. എനിക്കറിയത്തില്ല. ഞാനൊന്ന് ചോദിച്ചു, വേറെ ഡീറ്റെയിൽ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഇനി മേലിൽ ആവർത്തിക്കില്ല. അത് കൊച്ചുകളെ കാര്യം വെച്ചാൽ കളഞ്ഞതാണ് അതൊക്കെ. പിന്നെ ഇതൊക്കെ മുന്നോട്ട് പോകണമെന്നൊന്നും ഒന്നും അറിയുന്നില്ലല്ലോ. ശരിയാണ്. പക്ഷെ വിഷ്ണുവിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ ചോദ്യം ഇത് തന്നെയായിരിക്കാം. അല്ലെങ്കിൽ ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കും ഏറ്റവും സംശയവും അല്ലെങ്കിൽ എന്തിനാണ് എന്ന് തോന്നിയത്, നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളുടെ ഭാര്യയാണ്. ഇനി എന്തിനു വേണ്ടിയാണെങ്കിലും പോകണമെങ്കിൽ ആ കുഞ്ഞിനെ വീട്ടിലേൽപ്പിച്ചിട്ട് പോകാമായിരുന്നല്ലോ അല്ലേ? അതിനപ്പുറത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തന്നെയാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോരാ. ഞാൻ വർക്കല പോയ വിഷയം ഞാൻ മോളെ എനിക്ക് തന്നിട്ട് പൊക്കോന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. മൂത്ത കുട്ടിയെ അത്രയും വിഷയം ഞാൻ മോളെ തന്നിട്ട് പൊക്കോ, അത്രയ്ക്ക് ഇതാണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിനായാലും കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോകണമെന്ന് ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരി വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്കും രഞ്ജിത്തിലേക്കും വരാൻ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഡോക്ടർ ജോർജ് ജോസഫ്, അങ്ങ് ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കേസുകളുടെ അന്വേഷണത്തിന് പിന്നാലെ പോയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു വിവാഹത്തിൽ നിന്നോ ഒരു കുടുംബത്തിൽ നിന്നോ ഒക്കെ ഇറങ്ങിപ്പോകുന്ന വാർത്തകളൊക്കെ, അതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ബലി കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുമൊക്കെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കുക, അതും ബന്ധുക്കളായ 2 പെൺകുട്ടികൾ തന്നെ ഉണ്ടാക്കുക ഒരു തമാശയ്ക്ക് വേണ്ടി, അതിൻ്റെ പേരിൽ 3 ജീവനുകൾ നഷ്ടമാവുക. ഇപ്പോൾ ഇവരോട് 2 പേരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അറിയില്ല എന്നാണ്. അത്രത്തോളം രഹസ്യമാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ 22 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക്? 22 വയസ്സൊന്നും ഇപ്പം വേണ്ട, 12 വയസ്സ് മതി. 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കയറി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും. വളരെയധികം കുട്ടികളും അല്ലെങ്കിൽ അവരുടെ അമ്മമാരും ഒക്കെ എന്നെ വന്ന് കാണുന്നുണ്ട്. നിത്യം 4-5 പേരൊക്കെ കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വളർച്ച പോയി കഴിഞ്ഞ്. നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ ഇന്നൊരു കുട്ടി വന്നത് ഞാൻ അന്തം വിട്ടുപോയി. അത് ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരാളുമായിട്ട് ചെറിയ ബന്ധം വന്നു. ആ കുട്ടി ഡൽഹിയിലെ പണി രാജിവെച്ചിട്ട് ഇവിടെ വന്ന് ലിവിങ് ടുഗദർ 2-3 മാസം താമസിച്ചു. അതിനുശേഷം ആ കാര്യം കഴിഞ്ഞിട്ട് അയാൾ മുങ്ങി. അത് റേപ്പ് കേസുമൊക്കെ ആയിട്ട് നടക്കണം ആ കുട്ടി. നേരെ വന്ന് എന്നെ കണ്ടു.
അപ്പം ഇത് സർവ്വസാധാരണമാണ്. ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള ചതിയിൽ പോയി ചാടുക. കാരണം അവർക്കൊന്നും ഒരു മാനസികാരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. നമ്മൾ വിചാരിക്കുന്ന രീതിയില്ല. മലയാളികളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഇപ്പോഴത്തെ തലമുറ മാനസികാരോഗ്യം ഒട്ടുമില്ല. അവർക്ക് ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക, അതിന് വരും വരാഴികൾ എന്താണെന്ന് അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. ഈ 2 പെൺകുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതിൻ്റെ കാരണം, ഇത്തിക്കര ആറ്റിൽ ജീവൻ അവർ ഹോമിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് രേഷ്മയുടെ ആ കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവരുടെ ഹസ്ബൻഡ് ആ മൊബൈൽ ഫോണും സിം കാർഡും നശിപ്പിച്ചു. അപ്പോൾ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നെന്ന് ആര്യയ്ക്കും ശ്രുതി എന്ന് വിളിക്കുന്ന രേഷ്മയ്ക്കും മനസ്സിലായി. അവിടെ കുടുംബത്തിൽ കലഹമുണ്ടായി. അവരുടെ ഈ വ്യാജ പ്രൊഫൈല് അല്ലെങ്കിൽ വ്യാജ ഒരു കാമുകനെ ഉണ്ടാക്കി കൊടുത്തത്, അങ്ങനൊരു സങ്കല്പത്തിൽ ഒരാളില്ല എന്ന് ഇവർക്ക് അറിയാം. അത് അവരുടെ വീട്ടിൽ പ്രശ്നമായി. അവരുടെ ഹസ്ബൻഡുമായിട്ട് ചില വഴക്കുകളായി. അയാൾ ആ സിം ഓടിച്ച് കളഞ്ഞു. അന്നേരം ആ കുട്ടികൾ ബോധമുണ്ടെങ്കിൽ പിന്മാറണ്ടേ? പിന്മാറിയില്ലല്ലോ. വീണ്ടും വീണ്ടും ആ ഫേസ്ബുക്കിലെ വ്യാജ ആ ഒരു കാമുകനെ കൊണ്ടയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ രസം കൊള്ളുവാണ് അവർ. പക്ഷെ ഇങ്ങനൊരു അന്ത്യം ഉണ്ടാവുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. എങ്കിലും എൻ്റെ ഒരു ധാരണ, ഈ 2 പെൺകുട്ടികളും ആര്യയും ശ്രുതിയും ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്ന് ഇവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇന്നും കരുതുന്നത്. ചിലപ്പോൾ ഒരു പ്രഗ്നൻസി ചിലപ്പം വലിയ വയറൊന്നും ഇല്ലെങ്കിൽ ഒരു ആൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. പക്ഷേ ഈ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഹസ്ബൻഡല്ല, രേഷ്മയുടെ സങ്കല്പത്തിലുള്ള ഒരു ഹസ്ബൻഡല്ല എന്ന് വന്നതുകൊണ്ടാണ് വേറൊരാളെ, സങ്കല്പത്തിലുള്ള ഒരാളെ അതുപോലെ തന്നെ അവർക്ക് ഫേസ്ബുക്കിൽ ഒരാളെ കിട്ടി. അത് ഈ മരിച്ച 2 പേരും സൃഷ്ടിച്ചെടുത്തതാണെങ്കിലും അതിനന്തമായിട്ട് വിശ്വസിച്ചു. ആ കുട്ടി വർക്കലയിൽ ഇയാളെ അനന്തു എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് കഥാപാത്രത്തെ തപ്പിപ്പോയി. വേറെ 3-4 സ്ഥലത്ത് പോയി. ആ കൂടെ ആര്യയും ശ്രുതിയും പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കില്ലിങ് സ്പിരിറ്റ് ഉണ്ട് എന്നൊരു സംശയം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ രേഷ്മ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ആര്യയും ശ്രുതിയും കൂടെ ഇങ്ങനെ ഒരു കബളിപ്പിക്കൽ പരിപാടിയാണ് നടത്തിയെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ സങ്കല്പത്തിലുള്ള ഭർത്താവിൻ്റെ ഒപ്പം ചേരുന്ന സമയത്ത് ആയിരിക്കണം അവർ പ്രഗ്നൻ്റ് ആയത്. അതുകൊണ്ടാണ് അത് സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ട് വെച്ച് അത് ഡെലിവറി നടന്ന് ഈസി ആയിട്ട് നിന്ന് പ്രസവിച്ച് അതിനെ ഉപേക്ഷിച്ചു. ആ പ്രസവിച്ച് കഴിഞ്ഞ് അവർ അതിന് തൊട്ട് തലേ ദിവസം ഇപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് കേട്ടല്ലോ, അമ്പലത്തിൽ 1-2 സ്ഥലത്ത് പോയി അവർ അതിന് 2 ദിവസം മുമ്പ് വിറക് കീറി, എല്ലാം നോർമലായ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരാരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇയാളും അവരുമായിട്ട് 10 അല്ലെങ്കിൽ 10 മാസമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിച്ചില്ല. ആ കാര്യം ആരും ചോദിക്കുന്ന കണ്ടുമില്ല. പക്ഷേ ഹസ്ബൻഡ്, അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഒരു അമ്മയെന്ന് അവരെ വിളിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് സംശയം. ഒരു കുട്ടിയുണ്ട്, ശരിയാണ്. അവരുടെ വയറ്റിൽ ജനിച്ച ആ കുട്ടിയെ, ഒരു ആൺകുട്ടിയെ നിന്ന് പ്രസവിച്ച് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീയാണ്. അവർ നേരത്തെ പത്രക്കാരുടെ അടുത്തും ചാനലുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ എന്ത് വിശ്വസനീയമായ രീതിയിലുള്ള മൊഴികളാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയെ കിട്ടിയ കാര്യം, അതിനെ എടുത്ത കാര്യം, അതിനെ തുടച്ച് നീക്കിയ കാര്യങ്ങൾ, അതിൻ്റെ പൊക്കിൾക്കൊടി മുറിച്ച കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അതിപ്പോഴും കേട്ട് നോക്കിക്കോളൂ. ഒരിക്കലും ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൊതുജനങ്ങളും വീട്ടുകാരും ഒക്കെ മനസ്സിലാക്കണം. ഓരോരുത്തരും നമ്മുടെ അടുത്ത് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നതെന്ന് തോന്നും. ഇപ്പം അത് ടിപ്പിക്കൽ കേസാണ് ഇത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായിരുന്നു അവരുടെ മനസ്സിൽ? അവർ നൊന്ത് പെറ്റ ആ കുഞ്ഞിനെ അന്ന് തന്നെ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ പ്രഗ്നൻസി, ഈ അഡ്വാൻസ്ഡ് പ്രഗ്നൻസി വരെ ആ മറ്റ് 2 കുട്ടികൾക്ക് അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. അവർക്കൊരു കില്ലിങ് സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ത്രീകളല്ല 3 പേരും. 3 സ്ത്രീകളും നമ്മൾ വിചാരിക്കുന്ന സത്യവും നീതിയും ഒന്നും അവർക്കില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ അവരുടെ ഒരു പ്രതിരൂപങ്ങളാണ് ഇവർ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര രീതി ശക്തമായിട്ട് സംസാരിക്കുന്നത്. കാരണം ഇത്തിക്കര ആറ്റിലോട്ട് ആത്മഹത്യക്ക് പോകുന്നതിന് മുമ്പ് അവർ നടന്നു പോയത് ഒരു പോലീസ് ഓഫീസറായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്.
ആ നടന്നു പോയ എന്ത് ചുണയായിട്ടാണ് പറഞ്ഞത്. അവരുടെ ബാക്കിലുള്ള ഷോട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. ആ 2 പെൺകുട്ടികളും അവർ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് റെഡിയാവുകയാണ് അവർ. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. അങ്ങനെയാണ് അവരെ കാണാതെ പോയി. പിന്നെ ഇത്തിക്കര ആറ്റിൽ നമ്മൾ കണ്ടെത്തി. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളെപ്പോലെയുള്ള ഒരാൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ 20-25 വയസ്സേ ഉള്ളൂ. ആര്യയ്ക്ക് 23 വയസ്സേ ഉള്ളൂ. ആര്യയുടെ മറ്റേ കുട്ടിക്ക് ശ്രുതിക്ക് വേണ്ട 20-21 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ മിക്കവാറും എല്ലാ ടെക്നിക്കുകളും ആ കുട്ടിക്ക് അറിയാം. മുഖത്തലയിൽ ഞാൻ മനസ്സിലാക്കിയത് മുഖത്തലയിൽ സിവിൽ ഏവിയേഷനും അതുപോലെ തന്നെ ഹെയർ എന്തോ ഒരു കോഴ്സിന് ആ കുട്ടി പഠിച്ചപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലുമുള്ള ആപ്ലിക്കേഷൻസും മിക്കവാറും അവരുടെ ആപ്സ് മുഴുവൻ ആ കുട്ടിക്ക് അറിയാം. അപ്പോൾ ആ കുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ആര്യ ഒരു ഫേസ്ബുക്ക് വ്യാജമായി ഉണ്ടാക്കി ഒരു കാമുകനെ സൃഷ്ടിച്ചത്. അത് ആര്യയ്ക്ക് തന്നെ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇവർ 2 പേരും ചേർന്ന് ആണത് സൃഷ്ടിച്ച് അവരെ ഈ കുഴി കൊണ്ട് ചാടിച്ചത്. അവരുടെ സാങ്കല്പികമായ ഒരു ഭർത്താവ് അവർ വിചാരിച്ച പോലെ തന്നെ എന്താണെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സ്ത്രീകളുടെ സങ്കല്പത്തിലുള്ള ഭർത്താവ്. അതുപോലെ ഒരു ഭർത്താവിനെ അവരൊക്കെ ഈ ഫേസ്ബുക്കിൽ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എന്തൊരു ചീറ്റിങ്ങും ചതിയാണ്. അവരുടെ വീട്ടിൽ കുടുംബകലം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 2 സ്ത്രീകൾ അടങ്ങിയിരിക്കുന്നില്ല. അതൊരു ക്രിമിനൽ മൈൻഡ് ആ 2 ആത്മഹത്യ ചെയ്ത 2 സ്ത്രീകൾക്കും ഉണ്ട്. ഒരു ക്രിമിനൽ മൈൻഡ് ആ കുട്ടിയെ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സ്ത്രീക്കുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിയമ നടപടികൾക്കൊക്കെ വേണ്ടി കാത്തിരിക്കാമല്ലോ. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അതിലെന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ അവർക്ക് മുന്നിലുണ്ടല്ലോ. ഏറ്റവും കുറഞ്ഞത് ഇതൊരു സൈബർ ചീറ്റിംഗ് മാത്രമാണല്ലോ. ഞാൻ ഡോക്ടർ മോഹൻ റോയിലേക്ക് പോകട്ടെ. ഡോക്ടർ മോഹൻ റോയ്, കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എനിക്കും അങ്ങേക്കും ഈ സമൂഹത്തിലെ എല്ലാവർക്കും. അദ്ദേഹം ഒരു നിരവധി പോലീസ് അന്വേഷണത്തിനൊക്കെ ഭാഗമായതുകൊണ്ടും ഇത്തരം നിരവധി കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് പൊതുവായി ഇത് സംസാരിക്കാൻ കഴിയാം. പക്ഷേ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. അതിനപ്പുറത്ത് ഈ 3 സ്ത്രീകൾ അവർ എന്തുകൊണ്ടായിരിക്കാം അത്തരം ചെയ്തികളിലേക്ക് കടന്നുപോയത് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാൻ കഴിയുന്നത്? കാരണം 2 തരത്തിലും ഇപ്പോൾ വിഷ്ണുവാണെങ്കിലും ശരി, രഞ്ജിത്താണെങ്കിലും ശരി, അവർക്ക് എന്തു തീരുമാനമെടുക്കണമെന്ന് പോലും അറിയാത്ത, ആരുടെ ഒപ്പം നിൽക്കണം, ആരെ കുറ്റം പറയണമെന്നൊന്നും അറിയാത്ത അവസ്ഥയുണ്ട്. ഇതിലെ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ആങ്കർ എന്ന രീതിയിൽ മാധുവിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക. കാരണം ഇത്തരം ഒരു വിഷയം എടുത്ത് ആ ബാലൻസോടുകൂടി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ഗർഭാവസ്ഥയിലും പ്രസവാവസ്ഥയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതാ ആങ്കർ ഇത്ര ആർജവത്തോടുകൂടി തുറന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞാനിതിനെ കലഹിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു ഐ ഓപ്പണറാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച മാധ്യമം ഞാൻ അഭിനന്ദിക്കുന്നു. മനോരമ ചികിത്സ രീതിയിൽ അഭിനന്ദിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കുറവാണ്. ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പലരും ഇതങ്ങനെയല്ല, ഇത് ചുമ്മാ തോന്നുന്നതാണ്, സ്ത്രീകൾക്കുള്ളതാണ്, അങ്ങനെ പറഞ്ഞ് മാറ്റിവെക്കുന്നതിന് ഞങ്ങൾക്കും ഇതുണ്ട് എന്ന് പറഞ്ഞ ആ ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്കിത് 1-2 രീതികളിലാണ് പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്കിതിന്റെ രേഷ്മ എന്ന വ്യക്തിയെ ഒറ്റയ്ക്ക്, ഗ്രീഷ്മ, ആര്യ എന്ന് പറയുന്നവരെ ഒരു യൂണിറ്റ് ആയിട്ടുണ്ട്. അവർ 2 വ്യക്തികളാണ്, അവരുടെ വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായിരുന്നു. പക്ഷെ ഇതിൽ ഇപ്പൊ രേഷ്മയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ സാധ്യതകൾ പരിശോധിക്കുന്നത്? ഒന്ന്, സ്വാഭാവികമായിട്ടും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്, അതെനിക്ക് തോന്നുന്നു അധികം ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതിൽ പലർക്കും ഉണ്ടായതായിട്ടുള്ള സൂചനകളൊക്കെ ചർച്ചകളിലൊക്കെ വരുന്നുണ്ട്. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തിൽ പുറത്തു വന്ന വാർത്തകളുടെ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ചാറ്റിങ്ങിലേക്ക് പോകുന്നത്? അത് ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള പ്രേരണ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2, ഇത്തരത്തിൽ ഒരു ചാറ്റിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ പോലും ഇത്തരത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചാലേ നിന്റെ കൂടെ താമസിക്കാൻ പറ്റൂ എന്നൊരു കാമുകൻ പറയുന്നുണ്ടെങ്കിൽ ആ കാമുകനെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ പൊതുവെ ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച്, അപകടകാരികളായ ആൾക്കാരെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മുടെ ഷമ്മിമാരെ കുറിച്ച്, അല്ലെങ്കിൽ ഉയരയിലെ ഗോവിന്ദമാരെ കുറിച്ച്, തളത്തിൽ ശ്രീനിവാസന്മാരെ കുറിച്ച്. പഴയ തലമുറയ്ക്ക് തളത്തിൽ ശ്രീനിവാസന്മാരെ അറിയാമെങ്കിൽ ഇപ്പൊ ഷമ്മിയെയും ഗോവിന്ദനെയും കൊണ്ട് നമ്മുടെ ഏകദേശം അഡോളസന്റ് പെൺകുട്ടികൾക്കൊക്കെ ഇവരെ അറിയാം. അത്തരത്തിലുള്ള ആൾക്കാരെ സൂക്ഷിക്കണമെന്ന് നാം പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സൂക്ഷിക്കണം എന്ന അപകട സൂചന അറിയാത്ത ഒരു ആളായിരുന്നു രേഷ്മ. ഇനി രേഷ്മയ്ക്ക് ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ടായി, അത് നാം പരിശോധിക്കേണ്ടതാണ്. കാരണം കൃത്യമായി പറഞ്ഞ പോലെ ഒരു 10 മാസത്തോളം ഒരു ഗർഭാവസ്ഥ കൊണ്ട് നടക്കുകയും
അദ്ദേഹത്തിന്റെ ഭർത്താവ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇത് ഒളിപ്പിച്ചു വെക്കുകയും അന്ന് രാവിലെ ഉൾപ്പെടെ തന്നെ ഈ സ്വന്തം കുഞ്ഞിനെ ഏറ്റുവാങ്ങിയപ്പോൾ പോലും യാതൊരു മാനസിക വ്യതിയാനമോ ഒരു ലഞ്ചനയോ ഇല്ലാതെ കവർ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റിയ അത്തരത്തിലുള്ള ഒരു ക്രിമിനലിനെയാണ് നമ്മൾ രേഷ്മ. അടുത്തത്, ഈ രേഷ്മയ്ക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്രേക്ഷകർ പറയും മനോരോഗ ചികിത്സാലയത്തിൽ അല്ലെങ്കിലും അങ്ങനെയാണ്, അവരെ ഒരു രോഗിയാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഒരിക്കലുമല്ല, നിയമത്തിന് വരികയാണ്. പക്ഷേ ഈ സാധ്യത നമ്മൾ പരിശോധിക്കാതിരിക്കും. അത് ഗർഭധാരണത്തിനിടയിലോ പ്രസവാനന്തരമായോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാനസിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലോ ആണോ ഇതെന്നുള്ളത്. രേഷ്മയുടെ കാര്യത്തിൽ കുറഞ്ഞത് ഈ 4 ഘടകങ്ങളൊന്നും ഞാൻ പരിശോധിക്കും. ഗ്രീഷ്മയും ആര്യയും ഒരു യൂണിറ്റായി എടുത്തു കഴിഞ്ഞാൽ അവരെയും ഇത്തരത്തിൽ തന്നെയുണ്ട്. നമുക്ക് ആദ്യം വളരെ എന്താ പറയാ, ഒട്ടും ദോഷകരമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്. ഇത് ഈ പറയുന്ന രീതിയിൽ ഒരു സൈബർ പ്രാങ്കാണ്. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ഒരു കൈവിട്ടു പോയ ഒരു പ്രാങ്ക്. പക്ഷെ കൈവിട്ടു പോയ പ്രാങ്ക് ആണെങ്കിൽ 1-2 പ്രശ്നങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾ വളരെ അടുത്തവരാണ്, അടുത്ത ബന്ധുക്കളും കൂടിയാണ്. അപ്പൊ നേരത്തെ ജോർജ് ജോസഫ് സാറും അതിലെ ഭംഗേന്ദ്രനെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കുടുംബ പ്രശ്നം ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം പോലും വീണ്ടും ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി അതിന്റെ പുറകെ പോയി അവരെ സ്വാധീനിക്കാനും ഇത്തരം ഒരു കാര്യം ചെയ്യാനുമുള്ള ഒരു മനോനിലയിൽ ഇവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നാം നേരത്തെ സൂചിപ്പിച്ച പല ഘടകങ്ങൾക്കും ഇവർക്കുണ്ട്, ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുടെ ഉൾപ്പെടെ. ഇതൊരു പ്രാങ്ക് ആണെങ്കിൽ പോലും ഏത് പ്രാങ്കിനും ഒരു അവസാനമുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലോ മറ്റു സ്ഥലങ്ങളിലോ നോക്കിക്കഴിഞ്ഞാൽ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ധാരാളം കാണും. ഈ പ്രാങ്ക് വീഡിയോസിൽ പലതിനും ഒരു അവസാനമുണ്ട്. ഒരു പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് അവർ പറയും, ചിലപ്പോൾ കളിയാക്കലായിരിക്കും, ചിലപ്പോൾ നമ്മൾ പ്രകോപിപ്പിക്കലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കും, അങ്ങനെ പല പ്രാങ്കുണ്ട്. ഒരു ഏത് പോയിന്റിൽ പ്രാങ്ക് നിർത്തണം എന്ന് അറിയേണ്ടി വരും. അതപ്പോൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് ചെയ്യും. ഈ 2 ഗ്രൂപ്പിലും, ഈ രേഷ്മയെയും ഗ്രീഷ്മയെയും ആര്യയെയും നേരത്തെ സംസാരിച്ച 2 പേര്, കാരണം അവരുടെ പരാമർശങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറയും, ഉടനെ ആ ഫോൺ തല്ലി പൊട്ടിക്കുക. ഞാൻ നേരത്തെ അങ്ങ് ആങ്കർ പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്നുകൂടി കടമെടുക്കുകയാണ്. യാതൊരു തരത്തിലും വേദനിപ്പിക്കാനോ യാതൊരു തരത്തിലും വിഷമിപ്പിക്കാനോ അല്ല ഇത് പറയുന്നത്. ഒരു കുറ്റകൃത്യത്തെ കുറിച്ചുള്ള ചർച്ച സമൂഹത്തിനെങ്കിലും, ഇത് കാണുന്നവർക്കെങ്കിലും ഇനിയും ഒരു പാഠമാകട്ടെ എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ വ്യക്തിപരമായി ഒരു തരത്തിലും വേദനിപ്പിക്കാനോ വിമർശിക്കാനോ അല്ല. ഞാൻ അടിവരയിട്ട് തന്നെ ശ്രമിക്കും. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ ഇത്തരത്തിലുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ അവിടെ നാം ഇടപെടുകയാണ് വേണ്ടത്. ആ ഫോൺ പൊട്ടിക്കുന്നതല്ല അതിന്റെ പരിഹാരം. ഇപ്പോൾ വർക്കല കാണാൻ പോയി എന്ന് പറഞ്ഞു, സിനിമ ഒടിച്ചു എന്നാണ് ആ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു അനന്തുവിനെ കാണാൻ പോയത് യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തെ നമുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി നേരിട്ട് കൊണ്ടല്ലോ അപ്പോഴുണ്ടാകുന്ന കുടുംബത്തിൽ എത്രത്തോളം സാധ്യമാണ് ഡോക്ടർ മോഹൻ റോയ്? ഇപ്പം നമുക്കിത് വളരെ അതിൻ്റെ ഒരു സയന്റിഫിക് വശമൊക്കെ ഇങ്ങനെ ചർച്ചകളിൽ ഇരുന്ന് പറയാം. ഒരു കുടുംബത്തിൽ ഇത് എത്രത്തോളം സാധ്യമാണ്? നമ്മൾക്ക് അടിസ്ഥാനപരമായി വഞ്ചിക്കപ്പെടുന്നു എന്നൊരു വികാരം ഉണ്ടാകുമല്ലോ. അല്ല, അവിടെ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി അതിന്റെ ഒരു തലത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അതിനേക്ക് വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പറയുമ്പോഴും അതിനെ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ സമചിത്തതയോടുകൂടി എന്ന് ഞാൻ പറയുന്നില്ല. അവരാണ്, അവരുടെ വികാരമാണ്, അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പൂർണ്ണമായും അവർക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഞാൻ തരിമ്പും കൈ കടന്നില്ല. പക്ഷേ എന്നിരുന്നാലും അന്ന് ഇത്തരത്തിൽ നമുക്ക് ചിലപ്പോൾ പറയണ്ട്, വൈകി വന്ന വിവേകം കൊണ്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനി ഇത്തരത്തിൽ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുകൂടിയുള്ള ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് ഇത്തരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അത്തരത്തിലുള്ള ഒരാളിനെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൈവിട്ട രീതിയിലേക്ക് പോകുമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു പ്രൊഫഷണലായ സംശയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടെ എല്ലാവർക്കും സൈബർ സാക്ഷരത എന്നുള്ള ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലായിരുന്നു. എന്താണ് സൈബർ സാക്ഷരത? നമുക്ക് സാക്ഷരതയുണ്ട്, സൈബർ സാക്ഷരതയുണ്ട്, ധാരാളം ടെക്നോളജികൾ നമുക്ക്. ഈ ടെക്നോളജി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മനോനിലയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ മൊബൈൽ ഫോണുകൾ കൊണ്ട് കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിൽ ഉൾപ്പെടെ വളരെയധികം മാതൃകാപരമായ രീതിയിൽ പല ശരിയാണ്. നമുക്ക് ആവശ്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഡോക്ടർ മോഹൻ റോയ്. പക്ഷേ അത് ഈ ചർച്ചയുടെ ഒരു അവസാന ഭാഗത്തേക്ക് ഞാൻ വരാം അങ്ങയിലേക്ക്. ഞാൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിലേക്ക് വരാൻ ഏറെ വൈകിയെന്ന് എനിക്കറിയാം. ഒരു ഇടവേള എടുത്തതിന് ശേഷം ആദ്യം അങ്ങയിലേക്ക്.